ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ്. ഇന്ന് നമ്മൾ സുവിശേഷ ഭാഗത്തിലൂടെ കണ്ടുമുട്ടുക ഒരുവനെ എങ്ങനെ തിരുത്തണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഓർഡറാണ്. ശരിക്കും പറഞ്ഞു, എൻ്റെ സഹോദരൻ തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവനെ ആദ്യം വ്യക്തിപരമായിട്ട് അവനോട് സംസാരിക്കുക. അവന് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ 1-2 സാക്ഷികളുടെ കൂടെ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി അവരെ കൂടി ചേർത്ത് പിടിച്ച് അവനെ തിരുത്തുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, അതവൻ ശരിയായില്ലെങ്കിലാണ് 3-ാമത്തെ ഘട്ടത്തിലേക്ക് പോകേണ്ടത്. സഭയോട് പറയുക. നമ്മുടെ ജീവിതത്തിൽ ആരെയും നേടിയെടുക്കാനുള്ള ഒരു വ്യക്തിപരമായ ആ ഒരു സമീപനം ഉണ്ടാകുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ്. അവരനായിരിക്കുന്ന അവൻ്റെ വേദനയിലേക്ക് നിറങ്ങി ചെല്ലാൻ എത്ര കണ്ട് വ്യത്യാസം വരുമെന്നറിയാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇത് നല്ലൊരു അധ്യാപകനാകണോ, ചെയ്യാവുന്നൊരു കാര്യം വിദ്യാർത്ഥികളായിരിക്കുന്നിടത്തേക്കൊന്ന് സഞ്ചരിക്കാൻ തയ്യാറാവുക എന്നുള്ളത്. ഞാൻ ഈ ഒരു സ്കൂളിൽ കുറച്ച് നാൾ ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, സ്കൂൾ തുറന്ന ഒരു 2-3 മാസങ്ങൾക്കുള്ളിൽ അധ്യാപകരെല്ലാം അവരുടെ വിദ്യാർത്ഥികളുടെ വീടുകളിൽ സഞ്ചരിച്ച് ആ വീട്ടുകളിൽ പോയി സംസാരിച്ച് അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ള ഈ പഠന ദിവസങ്ങളിൽ കുറേ കൂടി ക്രിയാത്മകമായ കുട്ടികളെ മനസ്സിലാക്കി അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ ഇങ്ങനെയായത് ഇവൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെ ആയതുകൊണ്ടാണ്. അവൻ്റെ അപ്പൻ, അമ്മ, സാഹചര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണെന്നൊരു അധ്യാപിക മനസ്സിലാക്കുന്നിടത്ത് കുറേ കൂടി സ്നേഹത്തോടെ ആ കുഞ്ഞിനെ കേൾക്കാനും കുഞ്ഞിനെ തിരുത്താനും സ്നേഹിക്കാനും പറ്റുമെന്നുള്ളതാണ്. ക്രിസ്തു പറഞ്ഞു തന്നത് അത് തന്നെയാണ്. നമ്മൾ ഒരാൾ തെറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കാലിൽ നിന്ന് അവനെ മനസ്സിലാക്കുക, എന്നിട്ട് അവനെ തിരുത്താൻ അവൻ്റെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കുക. സ്വാഭാവികമായും അവൻ നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ ചങ്കോട് ചേർന്ന് കുറേ കൂടി നന്മയിലേക്ക് വരാൻ കഴിയും. ഈ നോമ്പുകാലത്ത് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം ഇതാണ്: എനിക്കിങ്ങനെ തിരുത്താനുള്ളൊരു പുണ്യമുണ്ടോ? അവരെൻ്റെ ജീവിതത്തിൽ അവനെ ചേർത്ത് പിടിച്ച് നിർത്താൻ ദൈവമേ, ആ പുണ്യമില്ലെങ്കിൽ ആ പുണ്യം നേടിയെടുക്കാൻ എന്നെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നാൾ വരെയുള്ള വഴിത്താരകളിൽ ആരെയെങ്കിലും തിരുത്തി അവരെ വേദനിപ്പിച്ചു പോയെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ചങ്കോട് ചേർത്ത് തിരുത്തി തന്ന നന്മ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തിയ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ജീവിതം, ഈ ഒരു ദിവസം കുറെ കൂടി അനുഗ്രഹപൂർണ്ണമാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.